ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മുസ്ലിം ലീഗ് നേതാവും ഒറ്റപ്പാലം നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയുമായ PMA ജലീലിന് ഭീഷണി ഫോൺ കോളുകൾ പതിവെന്ന് പരാതി. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഫോൺ വഴി വധഭീഷണി ഉൾപ്പെടെയുണ്ടെന്നാണ് ജലീലിന്റെ പരാതി. കഴിഞ്ഞ ഒരു വർഷമായി അജ്ഞാതർ ശല്യപ്പെടുത്തുന്നതായി കാണിച്ച് നേരത്തെ പലതവണ പോലീസിന് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് പരാതി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ശല്യം വർദ്ധിച്ചു. ഇതോടെയാണ് ജലീൽ കോടതിയെ സമീപിച്ചത്. 10 ദിവസത്തിനകം സൈബർ സെൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അർദ്ധരാത്രിയിൽ ഉൾപ്പെടെയാണ് പല നമ്പറുകളിൽ നിന്നായി കോളുകൾ വരുന്നത്. മുൻപ് ഒറ്റപ്പാലം പോലീസിനാണ് ആദ്യം പരാതി നൽകിയത്. പോലീസിന് നമ്പറുകൾ ഉൾപ്പെടെ കൈമാറിയിരുന്നെങ്കിലും അന്വേഷണം നടന്നില്ല. വീണ്ടും ശല്യം തുടർന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു. അപ്പോഴും പരിഹാരമായില്ലെന്നും ജലീൽ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിരന്തരം തിരിച്ചറിയാൻ കഴിയാത്ത നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് സമയം എന്ന് പറയാൻ കഴിയില്ല. രാത്രി 1 മണിക്ക് വരും, 2 മണിക്ക് വരും, പുലർച്ചെ 4 മണിക്ക് വരും. അങ്ങനെ എല്ലാ സമയങ്ങളിലും, പകൽ സമയങ്ങളിൽ നമ്മൾ അത് ഗൗനിക്കാറില്ല. എല്ലാ സമയങ്ങളിലും ഓരോ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, വധഭീഷണി നടത്തുന്നു, ശല്യപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതൊക്കെ അനുഭവിച്ചേ വരികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസിൽ ഒരു വർഷത്തിലധികമായി പരാതി നിരന്തരം കൊടുക്കുന്നു. ഒറ്റപ്പാലം പോലീസിൽ ബഹുമാനപ്പെട്ട പാലക്കാട് SP-ക്ക് ഇത്തരം പരാതികൾ കൊടുത്ത് അവരൊന്നും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൈബർ സെല്ലിൽ കൂടി പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ 10 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ പോലീസ് മേധാവിയോട് സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നമ്പറിൽ നിന്ന് ഈ കോഡ് വരുന്ന നമ്പറുകൾ അതൊക്കെ ചുരുക്ക നമ്പർ അതൊക്കെ അങ്ങനെ ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊതുപ്രവർത്തന രംഗത്ത് എടുക്കുന്ന നിലപാടുകൾ, അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും മറ്റേ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാറില്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമല്ല. നിലപാടിൽ നിന്ന് വെള്ളം ചേർക്കുന്ന പ്രശ്നമല്ല. ഇത്രയും കൂടി പറയാൻ ആഗ്രഹിക്കാം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.